രാവിലെ തന്നെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. രാവിലെ എന്ന് പറയാൻ പറ്റൂല, ഇപ്പം 3-4 ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ദാ രാവിലെ എണീച്ചപ്പോഴും മഴയ്ക്കൊരു മാറ്റമില്ല, മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഈ മഴ കാണാനൊക്കെ നല്ല രസമാണെങ്കിലും നമ്മുടെ മനസ്സിലൊന്നും അത്ര സമാധാനവും സന്തോഷമൊന്നും ഇല്ല കേട്ടോ. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊരു കുറച്ച് ഹൈറ്റിലൊരു ഭിത്തി ഉണ്ട് കേട്ടോ. ആ ഭിത്തിയാണെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വട്ടത്തെ മഴയ്ക്ക് അത് കുറച്ച് ഭാഗം ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ട് നമ്മളെ കിളിക്കൂടിൻ്റെ അകത്ത് വീണ് കിളിക്കൂടെല്ലാം തകർന്നാകെ പരിവായി. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്ന സമയത്ത് മനസ്സിന് വല്ലാത്തൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം പഠിച്ചോൻ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ, ആർക്കും ഒരു അപകടവും വരാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും സുരക്ഷിതമായ ഇടങ്ങളിലോട്ടൊക്കെ മാറാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ കാപ്പികുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കുവാണെങ്കിൽ അപ്പോൾ അരിയൊക്കെ അടുപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ തേങ്ങ അരച്ച് മീൻകറി വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചേട്ടാ, നമ്മൾ വയ്ക്കുന്ന രീതി. അപ്പോൾ ഞാൻ തേങ്ങയും ഒരു സവാളയുടെ പകുതി, കുറച്ച് ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് തേങ്ങ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ആക്കി എടുക്കുവാണ്. അതിനുശേഷം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെക്കുന്ന രീതിയാണ്, എല്ലാവരും വെക്കുന്നതായിരിക്കും, പക്ഷേ പല രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വെക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് പറയുവാണേ. അപ്പോൾ മത്തി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു തക്കാളി, 2 പച്ചമുളക്, ഇത് രണ്ടും ഇതേപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി നമ്മൾ തേങ്ങ അരച്ച സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, അപ്പം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണേ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പില പറിക്കാൻ പോയത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഈ മഴയത്ത് ഇറങ്ങി പറിക്കണ്ടേ. എന്തായാലും കറിവേപ്പില ഇല്ലാതെ പിന്നെ മീൻകറി വെച്ചാൽ പിന്നെ കൊള്ളൂല. അപ്പോൾ എന്തായാലും പോയി കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ മുറ്റത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് സ്റ്റോക്കാക്കി വെക്കാറില്ല കേട്ടോ. ആവശ്യത്തിന് പോയി പറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീൻകറിയെല്ലാം സെറ്റാക്കി സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഒന്ന് തിളച്ച് പിന്നെ കുറച്ച് നേരം തീ കുറച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ മീൻ കറി റെഡിയാവും കേട്ടോ. ഇത് തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അതിൻ്റെ ഒരു മണവും കൂടെ ഇങ്ങനെ നിൽക്കും അതിനകത്ത്. എന്നിട്ട് തീയെല്ലാം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. പിന്നെ കഴിക്കുന്ന സമയത്ത് പിന്നെ ആവശ്യമുള്ള പണികളും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ ഇക്ക വരാനായിട്ട് താമസിക്കും. അപ്പോൾ ഇനി വശം തിരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് തേങ്ങ അരച്ച മീൻകറി, രസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്ക് കുറച്ച് വിശപ്പും കൂടുതലാണ്. അപ്പോൾ ഞാൻ മീൻകറിയൊക്കെ എടുക്കുവാണേ. ഞാൻ ഈ ചട്ടിയിൽ മുങ്ങി തപ്പുന്നത് തക്കാളിയാണ് കേട്ടോ. കാരണം എനിക്ക് മീൻകറി ഇട്ട തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു തക്കാളി ഇങ്ങനെ ഇട്ടത്. അതിനകത്ത് നല്ല ഉപ്പും പുളി എരിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നും മീനേക്കാളും കൊള്ളാം ഈ തക്കാളി തിന്നാനെന്ന്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിക്കറി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി ചോറൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം.